എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മുടെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളും വൃത്തിഹീനങ്ങളാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് യാത്രയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. ആര് പറഞ്ഞു? നിങ്ങൾ മൂന്നാറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മൂന്നാർ പട്ടണം പോലെ വൃത്തിഹീനമായ ഒരു പട്ടണം കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ആലപ്പുഴ ചെന്നാൽ ആ ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന ഭാഗവും പുന്നമടക്കായലിലും പ്ലാസ്റ്റിക് കുപ്പികളും പോളയും മാലിന്യങ്ങളും നിറഞ്ഞൊഴുകുകയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. എന്നാ അറിയണം. വൃത്തിയും സൗന്ദര്യബോധവും ഉണ്ടാവുക എന്നതാണ് ടൂറിസത്തിൽ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാന കാര്യം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കേരളത്തിലെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇതുവരെ ചെയ്ത പല പ്രവർത്തനങ്ങളുമാണ് ടൂറിസത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശാപങ്ങളും തടസ്സങ്ങളും. അല്ല അത് പിന്നെ എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറഞ്ഞു, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതുവരെ ചെയ്ത പല പ്രവർത്തനങ്ങളുമാണ് ടൂറിസത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശാപങ്ങളും തടസ്സങ്ങളും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നിർഭാഗ്യവശാൽ കേരളത്തിലെ ടൂറിസത്തിന് യാതൊരു പ്ലാനിങ്ങും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ഒരു ഗുണമില്ലാത്ത ഇവർക്ക് ടൂറിസം എന്താണ്, ഉത്സവം എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്തവരാണ് ഈ വരുന്നത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഇവർക്ക് ടൂറിസം എന്താണ്, ഉത്സവം എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്തവരാണ് ഈ വരുന്നത്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ഈ പോരായ്മകളെല്ലാം അവിടെയുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയം പണിതതും റൺ ചെയ്യുന്നതും സർക്കാരായിരുന്നെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയിൽ നിങ്ങൾ ഇരിക്കില്ല. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ